പ്രിയപ്പെട്ടവരെ, നമസ്കാരം. നരേന്ദ്രമോദി സർക്കാരിൻ്റെ നേതൃത്വത്തിൽ കഴിഞ്ഞ 12 വർഷമായിട്ട് ഇന്ത്യ പ്രതിരോധ രംഗത്ത് വലിയൊരു ശക്തിയായി മാറിക്കൊണ്ടിരിക്കുകയാണ്. മുമ്പ് ആയുധങ്ങൾ വലിയ തോതിൽ ഇറക്കുമതി ചെയ്തിരുന്ന ഇന്ത്യ ഇന്ന് ധാരാളമായിട്ട് ലക്ഷക്കണക്കിന് കോടി രൂപയുടെ ആയുധങ്ങൾ പല രാജ്യങ്ങളിലേക്കും കയറ്റുമതി ചെയ്യുന്ന ഒരു രാജ്യമായി മാറിയിരിക്കുകയാണ്. നമുക്കറിയാം, ഇന്ത്യയുടെ നരേന്ദ്രമോദി സർക്കാർ, ഇന്ത്യ ഭരിക്കുന്ന മോദി സർക്കാർ, ആ സർക്കാർ മേക്കിംഗ് ഇന്ത്യ പദ്ധതി കൊണ്ടുവന്നു. ആ മേക്കിംഗ് ഇന്ത്യ പദ്ധതിയിലൂടെ ഭാഗമായിട്ട് നിർമ്മിച്ചിട്ടുള്ള ആയുധങ്ങൾ, ആ ആയുധങ്ങൾക്ക് വലിയ തോതിലുള്ള ഡിമാൻഡാണ് മറ്റ് വിദേശ രാജ്യങ്ങളിൽ ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. അതിന്റെ അടിസ്ഥാനത്തിൽ ലക്ഷക്കണക്കിന് കോടി രൂപയുടെ ഓർഡറുകളാണ് ഇന്ത്യക്ക് വന്നുകൊണ്ടിരിക്കുന്നത്. നമുക്കറിയാം, ഓപ്പറേഷൻ സിന്ദൂർ സമയത്ത് ആ സമയത്ത് പാകിസ്ഥാൻ ഇന്ത്യയുടെ സൈനിക കേന്ദ്രങ്ങളെ ലക്ഷ്യം വെച്ചിട്ട് നിരവധിയായിട്ടുള്ള ഓപ്പറേഷൻസ് നടത്തി. അവര് ഡ്രോൺ ആക്രമണം നടത്തി. ഇതിനെയെല്ലാം ശക്തമായിട്ട് ഇന്ത്യയെ പ്രതിരോധിക്കാൻ പ്രാപ്തമാക്കിയത് ഒരളവ് വരെ മേക്കിംഗ് ഇന്ത്യ പദ്ധതിയിലൂടെ, ആ പദ്ധതിയുടെ ഭാഗമായിട്ട് ഉണ്ടാക്കിയെടുത്ത ആയുധങ്ങളായിരുന്നു. അങ്ങനെ പ്രതിരോധ രംഗത്ത് ഇന്ത്യ വളരെ സുശക്തമായ ഒരു രാജ്യമായിട്ട്, ആയുധങ്ങൾ കയറ്റുമതി ചെയ്യുന്ന ഒരു രാജ്യമായിട്ട് മാറിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെയുള്ള ഇന്ത്യയുടെ ഒരു പുതിയ ആയുധം, ആ ആയുധം ലോക രാജ്യങ്ങളെ തന്നെ ഞെട്ടിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്താണ് ആ ആയുധം? എന്തൊക്കെയാണ് ആ ആയുധത്തിന്റെ സവിശേഷതകൾ? ഇത് നമുക്കൊന്ന് പരിശോധിക്കാം. ഒരു രാജ്യത്തിനും തൊടാൻ കഴിയാത്ത, ചൈനയുടെ ഏത് ഭാഗം വേണമെങ്കിലും മിനിറ്റുകൾക്കുള്ളിൽ കത്തിച്ച് ചാരമാക്കാൻ കഴിയുന്ന, യൂറോപ്പിലെ പല രാജ്യങ്ങളെയും ലക്ഷ്യം വെക്കാൻ കഴിയുന്ന ഇന്ത്യയുടെ ഒരു ബ്രഹ്മാസ്ത്രം, ഇന്ത്യയുടെ ഒരു വജ്രായുധം, അതാണ് അഗ്നി 6 എന്ന മിസൈൽ. ലോക രാജ്യങ്ങൾ തന്നെ ഇന്ന് വളരെ ഭയത്തോടും അതോടൊപ്പം അത്ഭുതത്തോടും കൂടിയാണ് ഇന്ത്യയുടെ അഗ്നി 6 മിസൈൽ നോക്കിക്കാണുന്നത്. എന്തുകൊണ്ടാണ് ലോകരാജ്യങ്ങൾ ഈ മിസൈലിനെ ഇത്ര ഭയത്തോടും അത്ഭുതത്തോടും നോക്കിക്കാണുന്നത്? അതിന് ചില കാരണങ്ങളുണ്ട്. ആ കാരണങ്ങളാണ് ഈ മിസൈലിന്റെ ശക്തിയും സവിശേഷതയും. അത് എന്തൊക്കെയാണെന്ന് നമുക്കൊന്ന് നോക്കാം. നമ്മൾ കേട്ടതിനേക്കാളൊക്കെ എത്രയോ ഇരട്ടിയാണ് അഗ്നി 6 മിസൈലിന്റെ വേഗത. ശബ്ദത്തെക്കാൾ 24 മടങ്ങ് അധിക വേഗതയിലാണ് അഗ്നി 6 മിസൈൽ കുതിക്കുന്നത്. അതായത് മണിക്കൂറിൽ ഏതാണ്ട് 29,400 കിലോമീറ്റർ വേഗതയിലാണ് അഗ്നി 6 മിസൈൽ കുതിക്കുന്നത്. ഒന്ന് ആലോചിച്ച് നോക്കൂ. നമ്മളൊരു കാറിൽ സഞ്ചരിക്കുന്ന സമയത്ത് ആ കാറിന്റെ വേഗത 100 കിലോമീറ്റർ, മണിക്കൂറിൽ 100 കിലോമീറ്റർ ആയാൽ തന്നെ നമുക്ക് അത് എത്ര വലിയ സ്പീഡായിട്ടാണ് തോന്നുക. അതേ സമയത്ത് മണിക്കൂറിൽ 29,400 കിലോമീറ്റർ, ശബ്ദത്തിനേക്കാൾ 24 മടങ്ങ് അധികം വേഗതയിൽ കുതിക്കുന്ന ഹൈപ്പർ സോണിക് മിസൈലാണ് അഗ്നി 6. അതിന്റെ വേഗത കൊണ്ട് തന്നെ, അതിന്റെ സ്പീഡ് കൊണ്ട് തന്നെ ലോകത്തിലെ ഏത് രാജ്യങ്ങളിലേക്കും ലക്ഷ്യം വെക്കാൻ സാധിക്കുന്ന, ഏത് രാജ്യത്തിന്റെ കോണിലേക്കും ലക്ഷ്യം വെക്കാൻ സാധിക്കുന്ന ഒരു ഹൈപ്പർ സോണിക് മിസൈലാണ് അഗ്നി 6. ഇത്ര വലിയ വേഗത മാത്രമല്ല അഗ്നി 6 മിസൈലിന്റെ പ്രത്യേകത, അതിന്റെ സഞ്ചാര പാത. അതായത് അഗ്നി 6 മിസൈൽ ഒരേ ദിശയിലല്ല സഞ്ചരിക്കുന്നത്. ഇതിന്റെ സഞ്ചാരത്തിൽ ഇത് ദിശ മാറിക്കൊണ്ടിരിക്കും. അതായത് നേർരേഖയിലല്ല അഗ്നി 6 മിസൈല് സഞ്ചരിക്കുന്നത്. അതുകൊണ്ട് തന്നെ, ദിശ മാറുന്നത് കൊണ്ട് തന്നെ ശത്രുക്കളുടെ റഡാറിൽ അഗ്നി 6 മിസൈല് പെടുകയില്ല. അതേപോലെ തന്നെ ശത്രുക്കളുടെ മിസൈൽ ഡിഫൻസ് സിസ്റ്റത്തിന് അഗ്നി 6 മിസൈലിനെ പിന്തുടർന്ന് നശിപ്പിക്കുക അല്ലെങ്കിൽ ഇല്ലാതെയാക്കുക എന്നുള്ള ലക്ഷ്യം അപ്രാപ്യമാണ്. കാരണം ഇതിന്റെ സഞ്ചാരം നേർരേഖയിലല്ല, സഞ്ചാര ദിശ ഇത് മാറ്റിക്കൊണ്ടിരിക്കും. അതുകൊണ്ട് തന്നെ ശത്രുക്കളുടെ റഡാറിൽ ഈ മിസൈൽ പെടാനുള്ള സാധ്യത തീരെ കുറവാണ്. സഞ്ചാര ദിശ മാറ്റിക്കൊണ്ട് ശത്രുക്കളുടെ മിസൈൽ ഡിഫൻസ് സിസ്റ്റത്തിന് പിന്തുടർന്ന് നശിപ്പിക്കാനാകാത്ത വിധത്തിൽ ഉള്ള മിസൈൽ ആയതുകൊണ്ട് തന്നെ ലോകത്തുള്ള സകല വിധത്തിലുള്ള പ്രതിരോധ സംവിധാനങ്ങളും ഈ അഗ്നി 6 മിസൈലിന് മുന്നിൽ നിഷ്പ്രഭമാവുകയാണ്. അതുമാത്രമല്ല ഇതിന്റെ പ്രത്യേകത, ഈ അഗ്നി 6 മിസൈലിൽ ഉപയോഗിച്ചിരിക്കുന്ന അത്യാധുനിക ടെക്നോളജി MIRV, അതും ഇതിന്റെ ഒരു പ്രത്യേകതയാണ്. എന്താണ് MIRV? അതായത് അഗ്നി 6 മിസൈലിൽ ഘടിപ്പിച്ചിട്ടുള്ളത് ഒരു അണുവായുധമല്ല, നിരവധി അണുവായുധങ്ങളാണ്. ഏതാണ്ട് 8 മുതൽ 12 വരെ അണുവായുധങ്ങൾ ഈ മിസൈലിന് ഉൾക്കൊള്ളാൻ സാധിക്കും. ഇതെല്ലാം വിക്ഷേപണ സമയത്ത് തന്നെ ഈ
ഇതിൽ ഘടിപ്പിച്ചിട്ടുള്ള അണ്വായുധങ്ങളെല്ലാം തന്നെ വെവ്വേറെ ദിശകളിലേക്കാണ് പൊക്കോണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഒരേ സമയത്ത് തന്നെ പലവിധ ലക്ഷ്യങ്ങളെ ആക്രമിക്കാൻ അഗ്നി 6 മിസൈലിന് കഴിയും. അതുകൊണ്ട് തന്നെ പലവിധ ഭാഗത്തേക്ക് ഒരേ സമയത്ത് ആക്രമിക്കുന്നത് കൊണ്ട് തന്നെ ശത്രുക്കളുടെ സംവിധാനത്തിന് ഈ മിസൈലിനെ പ്രതിരോധിക്കുക എന്ന് പറയുന്ന ഒരേ സമയത്ത് പലവിധ ലക്ഷ്യങ്ങളിൽ പ്രതിരോധിക്കേണ്ടതായിട്ട് വരും. അത് വളരെ ബുദ്ധിമുട്ടേറിയ കാര്യമാണ് എന്നുള്ളതും അഗ്നി 6 മിസൈലിന് കൂടുതൽ കരുത്തും സവിശേഷതയും ശക്തിയും പകരുന്ന കാര്യമാണ്. ചൈന ഉൾപ്പെടെയുള്ള രാജ്യങ്ങളെ വിറപ്പിക്കുന്നതാണ് അഗ്നി 6 മിസൈലിന്റെ ദൂരപരിധി. ഇതിന്റെ ദൂരപരിധി എന്ന് പറയുന്നത് 12,000 കിലോമീറ്റർ ആണ്. അതായത് ഇത് വിക്ഷേപിക്കുന്ന സ്ഥലത്ത് നിന്നും 5,000 കിലോമീറ്റർ മാത്രം ദൂരത്തിലാണ് ചൈന ഉള്ളത്. അതുകൊണ്ട് തന്നെ ചൈനയുടെ ഏത് കോണും അഗ്നി 6 മിസൈലിന് നിഷ്പ്രയാസമായിട്ട് തകർക്കാൻ വേണ്ടിയിട്ട് സാധിക്കും. അതുകൊണ്ട് തന്നെ ചൈന പൂർണ്ണമായിട്ടും അഗ്നി 6 മിസൈലിന്റെ പരിധിക്കുള്ളിലാണ്. ചൈന, അതുപോലെ തന്നെ ഏഷ്യയിലെ മറ്റു പല രാജ്യങ്ങളും, അതോടൊപ്പം തന്നെ യൂറോപ്പിന്റെ പല ഭാഗങ്ങളും ഈ അഗ്നി 6 മിസൈലിന്റെ ദൂരപരിധിക്കുള്ളിലാണ് വരുന്നത്. അതുകൊണ്ട് തന്നെ ലോക രാജ്യങ്ങൾ വളരെയധികം അത്ഭുതത്തോടുകൂടി അതേസമയം ഭയത്തോടു കൂടിയാണ് അഗ്നി 6 മിസൈലിനെ കാണുന്നത്. മാത്രമല്ല, ഇന്ത്യയുടെ പ്രതിരോധ രംഗത്ത് അഗ്നി 6 മിസൈൽ ഉണ്ടാക്കാൻ പോകുന്ന മാറ്റം വളരെ വലുതാണ്. ചുരുക്കത്തിൽ ഓരോ ദിവസവും വലിയ തോതിൽ മുന്നേറിക്കൊണ്ടിരിക്കുന്ന ഇന്ത്യയുടെ പ്രതിരോധ സംവിധാനം, അതേപോലെ തന്നെ കയറ്റുമതിയിലേക്ക് കുതിച്ചുകൊണ്ടിരിക്കുന്ന ഇന്ത്യയുടെ പുതിയ മേക്കിംഗ് ഇന്ത്യ പദ്ധതിയിലുള്ള ആയുധ നിർമ്മാണം, ഇതിനെല്ലാം തന്നെ അഗ്നി 6 മിസൈൽ ഒരു വലിയ കരുത്ത് പകരും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. മാത്രമല്ല, ഇന്ത്യയുടെ പ്രതിരോധ മേഖല അഗ്നി 6ന്റെ വരവോടുകൂടി കൂടുതൽ കരുത്തുള്ളതായി മാറും. അതോടൊപ്പം തന്നെ ലോകത്തെ പല രാജ്യങ്ങളും ഇന്ത്യയുടെ മിസൈൽ ആയുധശേഷിയെ വളരെ അത്ഭുതത്തോടും ഭയത്തോടും കൂടി നോക്കിക്കാണുന്നു. അതുകൊണ്ട് തന്നെ ആയുധ രംഗത്ത്, പ്രതിരോധ രംഗത്ത് ഇന്ത്യ ലോകത്തിലെ ഏറ്റവും ശക്തമായ ഒരു നിർണായക രാജ്യമായിട്ട്, കരുത്തുള്ളൊരു ശക്തിയുള്ളൊരു രാജ്യമായിട്ട് മാറുകയാണ് അഗ്നി 6ന്റെ വരവോടുകൂടി എന്ന് നമുക്ക് നിസ്സംശയം പറയാം. നമസ്കാരം.